നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ അമ്മു വന്നപ്പോഴേ കുറച്ച് എള്ള് കൊണ്ടുവന്നു കേട്ടോ. എള്ള് എന്ന് വെച്ചാൽ വെളുത്ത എള്ളാണ്. ഞാൻ വെളുത്ത എള്ള ആദ്യമായിട്ട് കാണുന്നതാട്ടോ. എള്ള് മാത്രമല്ല കേട്ടോ, കുറേ സീഡ്സ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പിന്നെ ചിയ സീഡ്സ് എന്ന് വേണ്ട കുറേ സീഡ്സുകൾ കൊണ്ടുവന്നു കേട്ടോ. എല്ലാതും ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് അവർ വാങ്ങിയതാണ്. അതായത് നമുക്ക് ഒരു എള്ളിടിക്കാനായിട്ട്, ഉണ്ട ഉണ്ടാക്കാനായിട്ട്, കർക്കിടകം വരുന്നത്, കർക്കിടക മാസം കഴിയാൻ പോലെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അപ്പോൾ തന്നെ രാത്രി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടോ അത്. അപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇപ്പോൾ എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വേഗം പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ചേർത്ത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചക്കര ഉണ്ടായിരുന്നു, പനഞ്ചക്കര. ആ പനഞ്ചക്കര ഉരുക്കി കുറച്ച് ശർക്കര ചേർക്കേണ്ടി വന്നു, പ്ലസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ചേർത്ത് നല്ലൊരു ഉണ്ട ഉണ്ടാക്കി. ഇത്തിരി നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കാം എന്ന് വെച്ചു കേട്ടോ. നോക്കൂ, ഞാനുണ്ടാക്കിയ ആദ്യത്തെ വെള്ള, ഞാൻ ഉണ്ടാക്കിയതല്ല, അമ്മ ഉണ്ടാക്കി തന്നെ. പക്ഷെ ഞാനിവിടെ ഭാഗഭാക്കായിരുന്നു. അങ്ങനെ ഞാൻ ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, ഇത് വൈറ്റ് എള്ള്. ഞാൻ ആദ്യം വൈറ്റ് സെസമി. ഓക്കെ, വെളുത്ത എള്ള കേട്ടോ. പക്ഷെ ഇതിന്മേ തൊണ്ടുണ്ട് അല്ലേ കാണുന്നത്? അതെ അല്ലേ. വെളുത്ത എള്ള് ചൂടാക്കി. ഇത് 1/2 കിലോ എള്ളുണ്ട് അല്ലേ? അതെ, മാറി 1/2 കിലോ എള്ളുണ്ട്. വറുത്തൂലേ ഒന്ന്? ഇതെന്താണ് പുതിയ സാധനം? ഇതെന്താ? മക്കാന, ലോട്ടസ് സീഡ്. മക്കാന എന്ന് മലയാളത്തിൽ പറയും അല്ലേ? ഞാൻ പറയട്ടെ, കുഞ്ഞു വിത്തായിരുന്നു അല്ലേ ഇത്? ഇത് പൊരിച്ചപ്പോള് ഇപ്രാവശ്യം കിട്ടിയതൊക്കെ ഞങ്ങൾക്ക് ചെറുതാ. അതെയോ? ശരിക്കും വലിപ്പം ഇത്രയൊക്കെ ഉണ്ടാവും. ഇത്ര വലിപ്പമുള്ളതാണ്. ഇത് പോപ്കോണ് പോലെയാ ശരിക്കും പറഞ്ഞ. അത് പച്ച കിട്ടണം, വറുത്ത് കഴിഞ്ഞാൽ സ്റ്റിഫാവും. പിന്നെ കറുമുറു അതായി കറുമുറു ആവണം അല്ലേ? ഓ, ഞാൻ കടിച്ച ശബ്ദം കേട്ട് വരാം. ഇത് എല്ലാ തരത്തിലുള്ള സീഡുകളും. ഇതെന്താ സാധനം എന്നറിയാലേ? ബ്രെയിൻ്റെ ആകൃതിയിലുള്ള വാൾനട്ട്, ഇത് ബദാം, ഇത് പംകിൻ, ഇതെന്താ സാധനം? ഇതോ? ഇത് സൺഫ്ലവറാ? ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ നമ്മുടെ ചെറുക്കക്കുരു പോലെ ഉണ്ട് അല്ലേ? അതെ. ഇത് സൺഫ്ലവർ, ഇത് വാൾനട്ട്, ഇത് ബദാം, പിന്നെ ഇത് പംകിൻ, പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് അല്ലേ, കാഷ്യൂ, പിന്നെ ചിയ സീഡ്. അത് കുഞ്ഞല്ലേ? ഇതൊക്കെ ചൂടാക്കി എല്ലാം കൂടി ഒറ്റ പൊടി അല്ലേ? പൊടിച്ചോളൂ. ശർക്കര ഉണ്ടേ? ഒന്നിച്ച് പൊടിക്കോ? അതാ ഒന്നിച്ച് മീൻസേ അങ്ങനെ എല്ലാതും, അതായത് എള്ളും ചൂടാക്കി, ആ സീഡ്സൊക്കെ പതുക്കെ ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിൽ, ഡ്രൈ ആയിട്ട് അടിക്കുന്ന ജാറുണ്ടല്ലോ, അതിലങ്ങോട്ട് പതുക്കേണ്ട മിക്സിയിലിട്ടിട്ട് അടിച്ചു കേട്ടോ, പൊടിയാക്കി. പിന്നെ ശർക്കര, ഇതും അതുപോലെ തന്നെ അടിക്കാൻ പോവാണ് കേട്ടോ. എല്ലാം അടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പനഞ്ചക്കര ഉണ്ടായിരുന്നു. അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ അത് ഉരുകാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഇത്തിരി പോരായുണ്ടെന്ന് തോന്നിയപ്പോൾ ശർക്കര ബെല്ലവും കൂടി കുറച്ച് ഇട്ടു കേട്ടോ. എന്തായാലും നന്നായിട്ടൊന്ന് ഉരുകട്ടെ. അതിന് പാവാകുന്നുമുണ്ട്. നൂൽപ്പാകമൊക്കെ ആയാൽ കട്ടി കൂടും. നമുക്ക് തിന്നാൻ നല്ലത് അധികം ആവാത്തത്, കട്ടിയാവാത്തതാണ്. അപ്പോൾ ഇതിലേക്ക് അത് ഉരുകി ഒഴിച്ചപ്പോൾ അതിലേക്ക് നല്ല പാകമാണ്, നനവൊക്കെ. അപ്പോൾ അവരതങ്ങനെ ഉരുട്ടി കേട്ടോ. നോക്കൂ, ഇപ്പോൾ 2, 4, 6, 8 പെട്ടെന്നായിട്ടുണ്ട്. എല്ലാവരും ഉരുട്ടുന്നുണ്ട് കേട്ടോ. ഞാനും സുന്ദരിയും അമ്മും ഒക്കെ ഉരുട്ടുന്നുണ്ട്. എന്താ ഒരു 10-25 ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. നോക്കൂ, ഉണ്ടാ ഇപ്പം എല്ലാം ഉരുട്ടി കഴിഞ്ഞു കേട്ടോ. ഇത്രയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ 2 എടുത്ത് തിന്ന് നോക്കി കേട്ടോ.
നിങ്ങൾക്ക് ഇഷ്ടമായോ? ഉണ്ടാക്കി നോക്കൂ കേട്ടോ, ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കേ.